പിന്നെ വിഷയം പറയാനാണത്, പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാനാണ് എൻ്റെ താല്പര്യം. ഇത് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ബൗണ്ടറി ലൈനിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ലൈൻ അങ്ങ് ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നുള്ളതൊരു ചരിത്രമാണ്. അത് ഇത്രയും കാലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് തിങ്, ഞാൻ എന്നെ ഒന്ന് സ്വയം പുകഴ്ത്തട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലോ. ഷെഫീന ബീവി എന്ന ഞാൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഈ നാട്ടിൽ നടക്കുന്നതെന്നല്ല, ഞാൻ വിദേശത്തുണ്ടായിരുന്നപ്പോൾ പോലും സോഷ്യൽ സർവീസിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്, സോഷ്യൽ സർവീസിലുള്ള ഒരാളാണ്. എന്നോട് ഒരാൾ സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ 100% എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ അതിന് പബ്ലിസിറ്റി വാങ്ങിക്കാറില്ല. ഒരു മീഡിയയ്ക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നേ വരെ ഒരു ഡിബേറ്റിനും പോയി ഇരിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നു. ഒപ്പോസിഷൻ ഉള്ളവർ പറഞ്ഞാൽ അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നു. തെറി പറയുന്നവർക്ക് തെറി തന്നെ മറുപടി, മര്യാദയാണെങ്കിൽ മര്യാദ മറുപടി, കുതികാൽ വെട്ടുന്നവർക്ക് കുതികാൽ മറുപടി. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യും. ടിറ്റ് ഫോർ ടാറ്റ്, അതെന്റെ രീതിയാണ്. അങ്ങനെ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം. അതായത് ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഏത് രീതിയിൽ ഏതാളെ കൈകാര്യം ചെയ്യണമോ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്ന് രക്തചുരുക്കം. കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. അതിലെ മെയിൻ കേസുകൾ എന്ന് പറയുന്നത് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട കേസുകളാണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നിലകൊണ്ടതിൽ ഒരു കേസുണ്ട്. കുറെ കുട്ടികൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം വന്നപ്പോൾ അതിലൊരു കേസുണ്ട്. ഒരു വ്യക്തിയെ പറ്റിച്ച് കുറച്ച് പൈസ മേടിച്ചതിൽ അതിന് ആദായത്തിന് വേണ്ടിയിട്ട് യുക്തിവാദികൾക്കെതിരെ തർക്കത്തിന് പോയതിന് അതൊരു പരാതിയുള്ള കേസായിട്ടില്ല, അതുമുണ്ട്. ഇതിനപ്പുറം മറ്റ് കേസുകളിലൊന്നും ഞാൻ ഇൻവോൾവഡ് അല്ല. അങ്ങനെ അല്ലാത്ത എന്നെ 23-26 കേസുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താഴെ പോയി കമന്റ് ഇടുന്ന ഒരു നീച ജന്മത്തിനാണ് ഞാൻ ഇന്ന് മറുപടി കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ വെച്ചിട്ടുള്ള വർത്തമാനം വേണ്ട, അതെന്റെ അടുത്ത് വേണ്ട. നെക്സോവിയൻ എന്ന് പറയുന്ന കുട്ടിക്ക് അവന്റെ അപ്പനിക്കും ഭയമുണ്ടായിരിക്കാം. ഷെഫീനക്ക് അത് ലവലേശമില്ല. എൻ്റെ കുട്ടികളുടെ റൈറ്റ്സ് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതെനിക്ക് ചെയ്യാൻ അറിയാം. ഞാനത് കയറി അങ്ങ് ചെയ്യും. അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അങ്ങും താങ്ങി ഇങ്ങും താങ്ങി നിൽക്കുന്ന സ്വഭാവം സ്വന്തം സ്വഭാവമാണ്. അത് എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട. അത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഫേസ്ബുക്കിൽ പലരും പറഞ്ഞൊരു കാര്യമാണ്, എനിക്കെന്തോ ഫേവർ ഉണ്ട് സജീനയുടെ അടുത്തെന്ന്. ഉണ്ട്, പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നിയ ഒരു സ്വഭാവമായതുകൊണ്ടാണ് ഞാനായിരുന്നാലും ദേവ് ഡിക്കോഡ്സ് ആയിരുന്നാലും അവനത് പറയുന്നത്. ഞങ്ങൾ രണ്ടും പഠിച്ച് പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത് തെറ്റിദ്ധരിച്ചിട്ടാണ്. അല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതവിടെ കട്ട് ചെയ്തിരിക്കുന്നു, ആ ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഒരു കാര്യം കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട, ഇനി ഒരു കാര്യവും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്തേക്കാം, താല്പര്യമില്ല. അത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. കാരണം വ്യക്തിത്വം എന്നുള്ളത് ഒരാളുടെ ബൈബർത്തിൽ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ആളുകളുമായി സഹകരിച്ച് കൂടെയുള്ളവരുമായിട്ട് അവരുമായിട്ടൊക്കെ സഹകരിച്ചും വിശകലനം നടത്തിയും മോൾഡ് ചെയ്തും എടുത്തുണ്ടാക്കുന്ന സാധനമാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതില്ല, ഇല്ലാത്ത ഒരാളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ചുരുക്കം. വിഷയത്തിലേക്ക് വരാം. ഇന്ന് അവൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ, അത് എടുത്തു വെച്ച് തന്നെയാണ് റിയാക്ട്. ഞാൻ ഇതുവരെ അതങ്ങനെ ചെയ്തിട്ടില്ല, ഇന്ന് അത് ആദ്യമാണ് ചെയ്യാൻ പോകുന്നത്. കേൾക്കാം. അപ്പോ അതിന് സത്യത്തിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തതായി. ആ അവരുടെ ചോദ്യങ്ങൾക്ക് കുറച്ച് മറുപടി കൊടുക്കാനായിട്ട്. ആ സമയത്താണ് നമ്മുടെ അതിൽ ബ്ലോഗ് എന്നെ വിളിക്കുന്നത്. അതിൽ ബ്ലോഗ് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ പറഞ്ഞ രീതിക്ക് ഞാൻ വേറെ ഒരാളെ കോണ്ടാക്ട് ചെയ്തു. അവരുമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ഓക്കെ ആയി. ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതും ഒരു വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇപ്പൊ തൊട്ട് മുമ്പിട്ട ആ ഒരു വീഡിയോയിൽ ഞാൻ മോശമായിട്ട് എന്താണ് സംസാരിച്ചത്? ഭാവിയിൽ അങ്ങനെ ആകാം എന്നുള്ള ഈ പറഞ്ഞത് പച്ച നുണയാണ്. ഭാവിയിൽ അങ്ങനെ ആകാം എന്നുള്ളതല്ല. ആ മുഴുക്ക വീഡിയോ എടുത്ത് പ്ലേ ചെയ്യാനും മാത്രമുള്ള മ്ലേച്ഛത എനിക്കില്ല. എന്നാലും കുറച്ച് പോർഷൻ ഞാൻ വെക്കാം. അതിന് മുമ്പ് ഇത് തുടങ്ങുന്നത് നമ്മൾ അവസാനിപ്പിക്കുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. നെക്സോവിയൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നെക്സോവിയൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മ സംസാരിച്ചിട്ടുണ്ട്, അച്ഛനും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വിഷമം, അവരുടെ ആതങ്കത്തിൽ, അവരൊരു വിഷമത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കേസ് കൊടുക്കല്ലേ, സജീന നമ്മുടെ സ്വന്തം ആളാണേ എന്ന് പറയാനും മാത്രം താഴ്ച എനിക്കില്ല. അവർക്കൊരു റൈറ്റ്സ് ഉണ്ട്, അവർക്ക് സൊസൈറ്റി ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അവരവരുടെ ഭാഗം പറയുന്നു. നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യൂ. ഇപ്പുറത്ത് എൻ്റെ സൗഹൃദമാണെങ്കിൽ ഞാൻ അതിന് പ്രൊട്ടക്ഷന് കാര്യം പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ പോയാൽ അങ്ങനെ വരും, നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തൂ. ഞാൻ നിൽക്കുന്ന മേഖല സോഷ്യൽ സർവീസിംഗ് ആണ്. അപ്പൊ എനിക്ക് അതിനകത്ത് രണ്ട് ഭാഗവും കേൾക്കേണ്ട ബാധ്യതയുണ്ട്. രണ്ടുപേരും എൻ്റെ ശത്രുക്കളല്ല, രണ്ടുപേരും എൻ്റെ മിത്രങ്ങളുമല്ല.
എന്നോട് വന്ന് ചോദിച്ച കാര്യത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ശ്രീതു ആണ് ഇതിന്റെ ഇടയിൽ നിന്നിട്ടുള്ളത്. ശ്രീതു എന്നെ എടുത്ത് ചെയ്തതും ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് റിവ്യൂ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. ഇഗ്നോറൻസ് ആണ് എൻ്റെ ആദ്യത്തെ പരിപാടി. ചിലതിനൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല, കൊടുക്കാറില്ല, മറുപടിയെ കൊടുക്കാറില്ല. അതിന് താല്പര്യമില്ല. ഇവരുടെ കൂട്ടത്തിൽ ഇവർ കൂട്ടായ്മയില്ലെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് പരിഹരിക്കാനുമുള്ള മാർഗം അറിയാമെങ്കിൽ അത് തന്നെയാണ് ഈ ഫീൽഡിൽ നിൽക്കാനുള്ള കഴിവ്. അത് വൈൽഡാക്കി കുത്തിപ്പൊളിഞ്ഞ് നശിപ്പിച്ച് നാരാങ്കല്ലാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കാറ്. ഏത് നീ ചെയ്തതുപോലെ രേഷ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കൂത്തഴങ്ങും കാണിക്കരുത്, മക്കളെ ബാധിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട നീ അവൾക്കൊപ്പം നിന്നുകൊണ്ട് വിഷപ്പാമ്പെന്നും പേടിപ്പാമ്പെന്നും മറ്റേ പാമ്പെന്നും പറഞ്ഞ് അയാൾ കൊടുത്ത വസ്തുവകകളിൽ കയറി കുത്തിയിരുന്ന് അയാളെ തെറി വിളിച്ച് അവൾക്കെതിരെ 2 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവൾ ആ വീട് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച നിന്റെ സൗഹൃദം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് പറയാം. അതിനകത്ത് ഞാനാണ് പോയി തടയായി നിന്നത്. ഇപ്പോഴും ബിഷപ്പിന് തടയായി നിൽക്കുന്നത് ഞാനാണ്. പറ്റൂല, അത് ചെയ്യരുത്, സമയം കൊടുക്കൂ, സാവകാശം കൊടുക്കൂ. സൊല്യൂഷൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പബ്ലിക്കിലാണ് മാപ്പ് പറയേണ്ടത്. പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്താൽ പബ്ലിക്കിലാണ് മാപ്പ് പറയേണ്ടത്. നീയൊക്കെ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്യും, പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് മാപ്പ് പറയും. എന്ത് ഊളത്തരമാണെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ് നീ. എനിക്ക് കമന്റിൽ വന്ന് എഴുതി വെച്ചിരിക്കുന്നു പോക്കൃത്തരം പറയരുത്, തോന്നിയാസം പറയരുത്. നിന്റെ ലാംഗ്വേജ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എടി നിന്റെ ലാംഗ്വേജിന്റെ അത്രയും വൾഗറല്ല എന്റെ ലാംഗ്വേജ്. 16 വയസ്സുള്ള ഒരു ചെറുക്കനെ നോക്കിയിട്ട് നിന്റെ തള്ളയുടെ വടവിറ്റ് ജീവിച്ചോ എന്ന് പറയണം. നിന്റെ ലാംഗ്വേജിനെ കാട്ടിയും എത്രയോ നല്ലതാണ് എന്റെ ലാംഗ്വേജ്. എന്നെ തെറി വിളിക്കുന്നവരെയാണ് ഞാൻ തെറി വിളിക്കുന്നത്. ആ കുട്ടി നീ പറഞ്ഞ ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് നീ നിന്റെ അമ്മയെ വിറ്റ് തിന്നോടാന്ന് ചോദിച്ചാൽ നിന്റെ ലാംഗ്വേജ് ഓണം. നീ എന്റെ ലാംഗ്വേജ് വെച്ച് കമ്പാരിസൺ നടത്തുന്നത്. എന്റെ ലാംഗ്വേജിന് എന്താ കുഴപ്പം? എന്റെ ലാംഗ്വേജ് കൊണ്ട് എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും കടിച്ചോ? നീ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ വീട്ടിൽ കയറിയ ആളുകൾ പൊട്ടിക്കും. ഷെഫീനക്ക് ആ അവസരമില്ല. കാരണം ഷെഫീന ചെയ്യുന്നത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്, കൃത്യമായി മനസ്സിലായ കാര്യമാണ് ചെയ്യുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവർക്ക് എഗൻസ്റ്റ് എന്റെ വിരലുകൾ നീളാറുള്ളൂ. ചുമ്മാതെ ആരെയും കയറി ഞോണ്ടാറില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലകയിൽ രീതി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ആരെയാണോ പറഞ്ഞ ആ വ്യക്തികൾ സോഷ്യൽ മീഡിയയിലൊന്നും വരാത്തത് കൊണ്ട് അവർക്കെതിരെ അത് പറഞ്ഞതിൽ അവർക്കത് പ്രതിഷേധം. പക്ഷേ അതിനു മുന്നേ എനിക്ക് വേണ്ടി റിയാക്ട് ചെയ്ത 3 വീഡിയോയ്ക്ക് നോ പ്രോബ്ലം. ഞാനിപ്പം അതിനെ വേറൊന്നും പരാമർശിക്കുന്നില്ല, ഒന്നും പറയാനും വരുന്നില്ല. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറേ വേറാരുമില്ല ഷെഫീന തന്നെ പറഞ്ഞ നിനക്ക് 2 ആമക്കളുള്ളതല്ലേ, ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയാൻ പറ്റുന്നതൊക്കെയാണോ നീ പറഞ്ഞത്? ഞാൻ തിരിച്ചു ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത്താക്ക് 2 ആമക്കളുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇത്തായി? എൻ്റെ 2 ആമക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ ഇന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് പറ്റുമോ? യുക്തിവാദികൾ മൊത്തം അവിടെ ഐക്യകണ്ഠേന നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറിയുന്നുണ്ട്. ഒരുത്തന്നെ 5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് വേണ്ടി സമരം ചെയ്യാൻ, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക മാത്രമല്ല അതിന് വേണ്ടി സമരം ചെയ്യാൻ, നിരത്തിലിറങ്ങാൻ നിന്നെ കൊണ്ട് പറ്റുമോ? നിന്റെ മക്കൾക്ക് അഭിമാനം ഉണ്ടോ? എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. അമ്മ നിൽക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. 28ഓളം കുട്ടികൾക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, ഷെഫീനയുടെ അടുത്തേക്കാണ്. ലേബറിലും പോലീസ് സ്റ്റേഷനിലുമായി ഞാൻ കയറി ഇറങ്ങി ആ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. 36ഓളം വരുന്ന ആളുകൾ ഗൾഫിൽ ദുബായിൽ ജയിലിൽ പെട്ട് കിടക്കുമ്പോൾ അവരെ റിലീസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഷെഫീനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. കാല് സ്വാധീനമില്ലാത്ത ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇന്നവരെ വട കാണിച്ച് നാട്ടുകാരെ കയ്യിൽ നിന്ന് പണം വാങ്ങി എൻ്റെ മക്കൾക്ക് കൊടുക്കാത്തിടത്തോളം എൻ്റെ കുട്ടികൾക്ക് എന്നെ ഓർത്ത് അഭിമാനിക്കാം. 16 വയസ്സുള്ള ഒരു കൊച്ചിനെ നോക്കിയിട്ട് നിന്റെ അമ്മച്ചിയുടെ വടയും വിറ്റ് തിന്ന് നീയും, അത് മാത്രമല്ലടാ നീ നിന്റെ അമ്മയും അച്ഛനും ഒരു മുറിക്കകത്ത് കിടക്കുമ്പോൾ എത്തി നോക്കും. നിന്റെ കൂടെയുള്ള കുട്ടികളെ എല്ലാം നീ അങ്ങനെ ആണ് കൺസേൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു പൊടിക്കുട്ടിയെയും ഇതുവരെയും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. നിന്റെ മക്കളെയും എൻ്റെ മക്കളെയും കമ്പാരിസൺ പോലും നടത്തരുത്. ഷെഫീന ഇന്നേ വരെ അവിഹിതത്തിനോ വൃത്തികേടിനോ ഇതുപോലുള്ള ചവറ് പറക്കികൾക്കോ കൂട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കാറില്ല, വേശാപ്പണിക്ക് കൂട്ടു നിൽക്കാറില്ല, അവിഹിതത്തിന് കൂട്ടു നിൽക്കാറില്ല, പോക്കൃത്തരത്തിന് കൂട്ടു നിൽക്കാറില്ല. ശത്രുക്കൾ ഉണ്ടാവും, സ്വാഭാവികം. വൃത്തികെട്ട ഒരു കാര്യത്തിനും ഷെഫീനയെ കിട്ടില്ല. പേരിൽ ഒരു രീതിയിലുള്ള ഫ്രോഡുലന്റ് കേസുമില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അഭിമാനിക്കാം. നിന്നെ പോലെയല്ല ഞാൻ ആരുടെയും എച്ചിലിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും ഫെയിം വെച്ചോ മുന്നേറി വന്നോളല്ല. ഷെഫീന ബീബി എന്നത് ബ്രാൻഡ് നെയിമാ. ആ നെയിം അനുസരിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രേണു സുധിയുടെ ആ അടിപ്പാവട കഥ പറഞ്ഞല്ല ഞാൻ ഇവിടെ എത്തിയത്. അതും കൂടെ മനസ്സിലാക്കുക. ഇത്ത പറയുന്നതിന്റെ അത്ര ഈ ലോകത്തുള്ള ഓരോ ബ്ലോഗർമാരും ഒരു വീഡിയോയിൽ ഒന്നും പറയുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഞാൻ പറയുന്നത് പോലെ ഒരാളും പറയത്തില്ല. ഞാൻ വളരെ മാന്യമായിട്ടേ പറയുള്ളൂ. നിന്നെ പോലെ അമ്മച്ചിയുടെ വടയെന്നും അമ്മച്ചിയുടെ പറയുന്നൊന്നും ഞാൻ പറയാറില്ല. എന്നെ തെറി വിളിക്കുന്നവർക്ക് ഞാൻ തിരിച്ച് തെറി കൊടുക്കാറുണ്ട്. അത് 100% തെറി കൊടുക്കാറുണ്ട്. നിന്നെ പോലെ പറയാറില്ല. നീ ഒരു പൊടിക്കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയും വൾഗാരിറ്റി പറഞ്ഞ നീ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ കമ്പാരിസൺ പോലും വിളിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് നീ എന്നെ കമ്പയർ പോലും ചെയ്യുന്നത്? അത് നിനക്ക് തോന്നുന്നുണ്ട്? കുറെ നാളുകൊണ്ട് നിന്റെ വർത്തമാനം ഒഴുക്കാതാണ് ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നുണ്ട്. എന്ത് കമ്പാരിസൺ? എന്താണ് നിന്റെ കമ്പാരിസൺ? അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചോളാണ് ഞാൻ. എന്നെ കൊണ്ട് ബാക്കിയുള്ള വർത്തമാനം പറയിക്കരുത്. രണ്ടാമത്തെ ദേവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു തെറ്റിച്ച് പറഞ്ഞു നിങ്ങളെ വഴക്കുണ്ട്. ദേവ് പറഞ്ഞത് ഞാൻ അതിന്റെ ഈ ബാധിക്കപ്പെട്ട ചെറുക്കന്റെ പിന്നെ കമന്റ് ബോക്സിൽ ചെന്ന് മോശമായ കമന്റുകൾ ഇട്ടിട്ടായിരിക്കുമല്ലോ അവൻ അങ്ങനെ പ്രതികരിച്ചത്. ഒരു മോശം കമന്റും ഇട്ടിട്ടില്ല. അവനെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ കമന്റ് അവൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പോയിരുന്നു പഠിക്കും മോനെ എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അവൻ ആദ്യം ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വല്ലവന്റെ കൊച്ചുങ്ങൾ പാശ്ചാത്തയിലാണ് അവർക്ക് വേദന. നീ നിന്റെ കൊച്ചുങ്ങളുടെ കാര്യം നോക്ക്. നീ നാട്ടുകാരെ കൊച്ചുങ്ങളുടെ കാര്യം നോക്കണേ എന്തിന്? നീ നിന്റെ ജോലി നോക്ക്. നിന്റെ കൊച്ചുങ്ങൾ പഠിക്കുന്ന അല്ലെന്ന് അവന്റെ അമ്മയും അച്ഛനും വന്ന് അന്വേഷിക്കുന്ന, വേറെ ആരെങ്കിലും വന്ന് അന്വേഷിക്കുന്ന. നീ കൊച്ചുങ്ങൾക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുറി. ഇങ്ങനെ കണ്ട് കസർത്താതെ നെഗറ്റീവ് കമന്റ് ഇട്ട് ഞാനത് പോട്ടെന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷേ ഇല്ല, ഞാൻ എന്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടിരിക്കുന്നു. പോയിരുന്ന് പഠിക്കടാ. ആ പോയിരുന്ന് പഠിക്കടാ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാണ്? എനിക്കും എത്രയാണ്. നീ ഒരു അമ്മയല്ലേ? നീ ഒരു അമ്മയാണല്ലോ. കൊച്ചുങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി കൊറി. നിനക്ക് പൊള്ളുന്ന? നീ ഇപ്പോൾ ഒരു പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്ത് പോയി കൊച്ചുങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി കൊറി. കൊച്ചുങ്ങളെ ചട്ടിയും പാടിയും കഴുകിറി എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖം ഉണ്ടാവൂ? അവന് പഠിക്കണമെന്ന് അവന് ബോധം ഉണ്ടാവും, പഠിച്ചോളൂ. നീ പറഞ്ഞു കൊടുക്കാൻ ആര്? അവന് പൊള്ളിയെങ്കിൽ കണക്കായി പോയി. നീ വല്ലവരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്ന എന്തിനാണ്? നീ ആദ്യം ആ ജട്ടി വിധവയുടെ കാര്യം അന്വേഷിക്കുക. നീ അവളെ തൂക്കിക്കൊണ്ട് കിടക്കുന്നത്. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി നിനക്കും ശ്രീധുവിനും ഉണ്ടെന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. നിങ്ങളെ ഈ പറ്റിപ്പും തട്ടിപ്പും കൊണ്ട് എൻ്റെ അടുത്തല്ല. ഞാൻ എത്രയോ നാളുകളായി ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടെ ഒന്ന് കുതികാലി വെട്ടുക എന്നൊരു ടേമുണ്ട്. അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരണ്ട. അതിവിടെ എടുക്കൂല. എനിക്ക് മനസ്സിലാവുന്നില്ല. മോശമായ രീതിയിൽ വീഡിയോസ് ഇടണമെങ്കിൽ ഇതിന് മുന്നേ എനിക്ക് ഇടാൻ പറ്റും. കാരണം എന്റെ തമ്പനയിൽ എൻ്റെ പേര് വെച്ച് 4 വീഡിയോസ് വരെ ആ ചെറുക്കൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരമൊക്കെ ഞാൻ എന്താണ് കരുതിയത്? വേണ്ട വിട്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്തോ ചെയ്താലും നമ്മൾ എന്ത് റിയാക്ട് ചെയ്യാനാ? ഇപ്പൊ തന്നെ ഉത്സവപ്പറമ്പിൽ തലക്കടി കൊണ്ട് മരിച്ച ഒരു കുഞ്ഞിന് 18 വയസ്സുള്ള ഒരു മോൻ്റെ തുറക്കുമ്പോഴും തുറക്കുമ്പോഴും എല്ലാം ആ ഫോട്ടോ അത് തന്നെയാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ട് എടുത്ത ഒരു തമ്പി. ഇനി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലതും പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കുട്ടി വെഞ്ഞാറമൂട് അച്ഛനെയൊക്കെ തല്ലി കൊല്ലാൻ അച്ഛനെയും വാപ്പുമ്മായെയും അനിയനെയും പ്രേമിച്ച പെണ്ണിനെയൊക്കെ തല്ലിക്കൊന്ന ആ കേസ് അതും എടുത്തു വെച്ചിട്ടൊരു കമ്പാരിസൺ നടത്തുന്നു. അതായത് നെക്സോവിയൻ എന്ന പയ്യൻ ടോക്സിക്കാണ്. അവൻ നാളെ അവൻ്റെ അച്ഛനെയൊക്കെ തല്ലിക്കൊല്ലു എന്നുള്ള ഒരു നരേഷനാണ് കൊണ്ടുവരുന്നത്. അയ്യോടാ, ഭയങ്കര സംഭവമായിപ്പോയി. ഇതേ സാധനം ഞാൻ നിന്റെ മക്കളെ ചൂണ്ടി പറയട്ടെ. നീ ഇങ്ങനെ എല്ലാവരുമായിട്ട് കിടന്ന് അടി കൂടെ ഉടക്കുകയും ചെയ്യുന്ന അവർക്ക് സ്വസ്ഥതയില്ല. പുറത്തിറങ്ങുമ്പോൾ നീ എന്ന വ്യക്തിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം നിന്നെ അവർ കയറി തല്ലിക്കൊല്ലുമെന്ന് ആ പയ്യൻ പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? നിന്റെ മക്കളെ പറയുമ്പോൾ നിനക്ക് സുഖിക്കുന്നുണ്ടോ? സുഖമുണ്ടോ? ഇത് തന്നെയാണ് അവിടെയും വേദനിച്ചത്. അവൻ്റെ അച്ഛനും അമ്മയും അവർ പാവങ്ങളായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു. നീ ശ്രീധുവിനെ കൊണ്ട് പറയിച്ചത് എന്തായിരുന്നു? അത് സോൾവ് ചെയ്യാനല്ലേ പറഞ്ഞത്? അപ്പം നിനക്കറിയാം നീ ചെയ്ത തെറ്റിന്റെ ഡെപ്ത് എത്രയാണെന്ന്. ആ ഇടയിൽ നിന്നുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ഞങ്ങളൊക്കെ ചെയ്തത്. അത് പുണ്ണാക്കി വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ട എന്ന് വെച്ചതാണ്. അത് തോന്നിവാസമാണ് എന്ന് പറഞ്ഞാൽ അത് തോന്നിവാസം തന്നെയാണ്. അതല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഷെഫീനെ തെറി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഷെഫീനെ നിന്നെ തെറി വിളിച്ചില്ലല്ലോ. ഉവ്വ, നിന്നോട് സംസാരിച്ചപ്പോൾ എവിടെയെങ്കിലും തെറി വന്നോ? നിന്നോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോശം പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ കൂടെ നിന്ന് ശരിക്കും മനസ്സിലാക്കിയ ശേഷം നിനക്ക് എന്താണ് ആ വർത്തമാനം വരുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം നിനക്ക് ജയിക്കണം, അല്ലെങ്കിൽ നിനക്ക് വ്യൂ കിട്ടണം, നിനക്ക് അത്യാവശ്യം നീ പറഞ്ഞ സാധനം സ്ഥാപിക്കാൻ ഷെഫീനായ ഡീഗ്രേഡ് ചെയ്യുക. ഷെഫീന ആരെയും വട കാണിച്ചില്ലടി, മൊലയും കുണ്ടിയും കാണിച്ചില്ലടി, കണ്ടവന്മാരെ കയ്യിൽ കയറി തൂങ്ങി ആടിയില്ലടി. അങ്ങനെയൊന്നും ഷെഫീന ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ നീ ആ വർത്തമാനം പറയണ്ടു. തെറി എന്നെ വിളിച്ചവരെ ഞാൻ പിന്നെ ഉമ്മ വയ്ക്കണോ? നീ ഈ നാറിക്ക് പോയി കമന്റ് ഇടുന്നുണ്ട്. നിന്റെ ടൈം ലൈനിൽ വന്ന് ചട്ടുകാലി എന്ന് വിളിക്കുന്നവളെ താഴെ പോയി നീ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നെ പച്ചത്തെറി എഴുതുന്നവരെ നീ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നീ എനക്കത് ചെയ്യാം, നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമോ? അതെന്തടിസ്ഥാനത്തിലാണ്? നിനക്ക് എന്തും ചെയ്യാം, അങ്ങ് സഹിക്കണമെന്നാണോ? സൗഹൃദത്തിനൊരു ലിമിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ സൗഹൃദം വേണ്ടാന്ന് വെക്കുന്നിടത്ത് എൻ്റെ മറ്റേ രൂപം നീ കാണും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് സജീന. നീ എന്നെ പ്രൊവോക്ക് ചെയ്ത് തന്നെ ഇതിനകത്തൊക്കെ കൊണ്ടിടുന്നതാണ്. ഒരു കാര്യമില്ലാതെ നീ ഷെഫീന ബീവി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻപേ നീ പറഞ്ഞു, ഞാൻ ഇഗ്നോർ ചെയ്യാണ് പതിവ്, ഞാൻ എടുക്കാറില്ല, കളഞ്ഞു.
ഞാൻ പ്രൈവറ്റിൽ പറയണോ പബ്ലിക്കിൽ പറയണോ എന്ന് ചോദിക്കുമ്പോൾ നീ പബ്ലിക്കിൽ പറഞ്ഞാൽ മതി എന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്ന നിന്റെ ഇന്റൻഷൻ എന്താണെന്ന്. അതുകൊണ്ടാണ് പബ്ലിക്കിൽ തന്നെ പറയുന്നത്. കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ആ പോർഷനേ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ചെറിയ ചില്ലറ പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുത്, എനിക്ക് താല്പര്യമില്ല. രേണു എന്ന് പറയണ സാമൂഹിക വിപത്തിനെതിരെയാണ് സംസാരിച്ചത്. എനിക്ക് കൃത്യമായി എവിഡൻസ് ഉണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ. ബാക്കി ഒരു യൂട്യൂബേഴ്സ് എടുക്കുന്ന കണക്കുള്ള ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തോണ്ട് വരാറില്ല. അങ്ങനത്തെ കോൺസെപ്റ്റിൽ ഇത് മാത്രമായിട്ട് പറയുന്നതല്ല. അവൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജുകളിലുള്ള റോങ് സെന്റൻസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും റോങ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാനത് പറയത്തു പോലുമില്ല. മിണ്ടാതിരിക്കുമ്പം ചൂണ്ടി 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 അവളെയും സ്ക്രൂ വെച്ച് അവളെ കൊണ്ട് ഈ വീഡിയോസ് അത്രയും ഇടിയിച്ച് അവൾക്ക് ഇല്ലാത്ത നെഗറ്റിവിറ്റി അത്രയും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു കാരണം നീ തന്നെയാണ്, വേറെ ആരുമല്ല. കൂടെ നിന്ന് കുതികാല് വെട്ടുന്ന ഒരു നല്ല സത്യമായിട്ടൊരു കുത്തിത്തിരിപ്പുകാരിയാണ് നീ. അതെനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ലോകകാര്യങ്ങൾ പറയാൻ വന്നേക്കുന്ന ഒരു മദാമ. അതൊന്നും റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഭയങ്കര പാടാ. എന്താ കാര്യം എനിക്കറിയില്ല. അത് എന്തൊരു കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ വന്ന ഉടനെ എന്റെ മക്കളോടാണ് ഭയങ്കര സ്നേഹം, മക്കളോട് ഭയങ്കര സ്നേഹമുള്ളവളാണ്. സ്വന്തം മക്കൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിട്ട് പോലും വേറൊരു ചെറുക്കനെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുത്താൽ എനിക്ക് വല്ലാണ്ട് കലി വരും. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. വേണമെങ്കിൽ ഇനി എടുത്തു വെച്ച് പറയാം. ഇനി ഇവള് പറഞ്ഞത് കേൾക്കാം. നീ ആരാടാ ഞങ്ങളുടെ കൂട്ടത്തിലെന്ന്? നിന്റെ കൂടെ കൂടാൻ ആര് വന്നു? നീ ആരെന്നാണ് നിന്റെ വിചാരം? എടാ പൊന്നു മോനെ, കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ? രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടാൽ നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാതെ നീ ആരാടാ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ പൊന്നു മോനെ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് സ്കൂളിൽ വിടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നതാണെന്നാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യതയുണ്ട്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ അമ്മമാർ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവന്റെ അടുത്തൊക്കെ അടുപ്പിക്കൂ. ഇത്രയും ക്രിമിനൽ മൈൻഡ് ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട സെക്സ് വീഡിയോ അവന്റെ ടീച്ചർ കാണുമോ അവന്റെ അമ്മയെ വിൽക്കും, അത് 100% ഉറപ്പങ്ങോട്ട് പറയുകയാണ്. സ്വന്തം മക്കളെ പറയുമ്പോ ഭയങ്കര ദണ്ണ. മറ്റൊരു കുട്ടിയെ പറ്റി പറയുമ്പോ ഒരു കുഴപ്പവുമില്ല. അവൻ ക്ലീവേജ് കാണും, ക്ലീവേജ് കാണും, അവൻ പിന്നെ സെക്സ് വീഡിയോ കാണും, അവൻ ആസ്വദിക്കും. അവൻ ചെറിയവനല്ലേ, 2 കൊല്ലം കൂടെ കഴിഞ്ഞ അവൻ മേജറായി. 16 വയസ്സ് എന്താ ഫീലിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല? ഉണ്ടാവും. അത് കുട്ടികൾ പുറത്തു പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. എന്താ അത് കാണാൻ പാടില്ലേ? നിന്നെ നോക്കി ഒരു പുരുഷൻ അങ്ങനെ ഒരു ഫീലിംഗ് കാണിച്ചോണ്ടല്ലേ നിനക്ക് 2 പിള്ളേരുണ്ടായത്? അതെന്താ കുറ്റമാണെന്നാണോ? പിന്നെ ആ കുട്ടിയുടെ പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ മോശമാകുന്ന രീതി ഇതുപോലെ വർത്താനം പറഞ്ഞോ? നിന്റെ വട വിറ്റോടി എന്ന് പറഞ്ഞോ? ആ കൊച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. നീ പിഴച്ചൊന്ന് നീ അത് പറഞ്ഞോ? ഇല്ലല്ലോ. നീ ഈ പറയുന്ന സാധനം നിന്റെ മക്കളുടെ സ്കൂളിലുള്ളവർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ മക്കൾ പഠിക്കുന്നിടത്തോ നിന്റെ മക്കളുടെ ചുറ്റുവട്ടത്തുള്ളവരോ നിന്റെ ഈ വീഡിയോ കണ്ടാലുള്ള അവസ്ഥ എന്താണ്? അവരെന്താ? നിന്റെ അമ്മ ഭയങ്കര സംഭവമാന്ന് പറയൂ. നിന്റെ അമ്മ 16 വയസ്സുള്ള ഒരു കൊച്ചിനെ പറഞ്ഞ പോക്കൃത്തരമാണ് എന്ന് പറയാം. ഇപ്പം നീ നേരെ എന്നിലേക്ക് വരും. നിങ്ങൾ പറഞ്ഞതൊന്നും അപ്പോഴും അവിടെ ഞാൻ എടുത്തു വെച്ച് കാണിക്കുന്ന എന്നെ പച്ചത്തെറി വിളിക്കുന്നവരെയാ. എന്നെ പച്ചത്തെറി വിളിക്കുന്നവരെ തിരിച്ച് അതേ നാണയത്തിൽ തെറി വിളിക്കണമെന്ന് എന്റെ കുട്ടികൾക്ക് ഒരു എക്സ്പ്ലനേഷനെങ്കിലും കൊടുക്കാം. നിനക്ക് എന്ത് വാഴയുണ്ട്? കൊച്ചു വന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടോ പറഞ്ഞാൽ നിനക്ക് അതാണോ? ആ കുട്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു വൃത്തിയോട് നിന്നെ പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? തള്ളിമറി പഴയ വീഡിയോസ് എടുത്തോണ്ട് വരിപ്പിക്കരുത്. ഇതിന് മുമ്പ് പല കുട്ടികളും പലരെയും നീ പറഞ്ഞ പച്ച പോക്കൃത്തരങ്ങൾ കിടപ്പുണ്ട്. എന്നിട്ട് നീ വേറെ ആരും അങ്ങനെ പറയണം തോന്നുന്നു. നീ എന്താ എന്നെ ഫോളോ ചെയ്യുന്ന? കുറെ വൾഗാരിറ്റിയും കൊണ്ട് ഇറങ്ങും കുറെ എണ്ണം, ഒരു കാര്യമില്ലാതെ വൾഗർ വർത്തമാനങ്ങൾ, വെറും വൾഗാരിറ്റിയാണ്. ഒരു മിനിറ്റ് അതൊന്ന് എടുത്തോണ്ട് വരട്ടെ. നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളൊന്നും ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന എന്റെ പൊന്നുമോനെ ഇന്ന് പൊക്കോ, പഠിച്ചില്ലേലും കുഴപ്പമില്ലടാ, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട അവരാതെ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ പ്രിവിലേജ് ആയാലും പൊക്കളായാലും വടയായാലും കണ്ട് സൂം ചെയ്ത് ആസ്വദിക്കുക. എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക. അത് മതി മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തന്തയും തള്ളയും വേണം ആദ്യം. അവരമ്മയച്ഛനെയും പറഞ്ഞതാണ്. മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് അമ്മയച്ഛനെയും പറയുന്ന കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ ഇതിന് മറുപടി ഉണ്ടാകും. കണ്ടുകൊണ്ടിരുന്ന എനിക്കിത് ദഹിച്ചില്ല, ഞാൻ അതിന് മറുപടി ഇട്ടു, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ എൻ്റെ കുട്ടികളെയും എൻ്റെ ക്യാരക്ടറെ എടുത്തു വയ്ക്കുന്നത് എന്തിനാണ്? ഞാൻ 16 വയസ്സുള്ള ഏത് കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞ് 16 വയസ്സുള്ള ഏത് കുട്ടിയുടെ തലയിൽ ഞാൻ ഇങ്ങനെ കയറാൻ പോയി? ഇങ്ങോട്ട് വന്നാൽ കൊടുക്കും.
ഈ ചെറുക്കൻ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളാണ് പറയുന്നത്. ഞാൻ കാണാൻ പോലും പോയിട്ടില്ല. എൻ്റെ ഫോട്ടോ കണ്ടാലും ആയിക്കോട്ട്, അത് വെച്ചൊരു വ്യൂ എങ്കിൽ വ്യൂ ആയിക്കോട്ട്. അല്ലാതെ നിന്നെയൊക്കെ പോലെ അല്പത്തരം പറയാറില്ല. എന്നെ വെച്ച് സമ്പാദിക്കുന്നു, എന്നെ വെച്ച് ഉണ്ടാക്കുന്നു, എന്നെ വെച്ച് ജീവിക്കുന്നു, എൻ്റെ തീട്ടം തിന്നുന്നു, ഇങ്ങനെ പറയാറില്ല ഞാൻ. നീയൊക്കെ എൻ്റെ ഫോട്ടോ വെച്ചാലും ഞാൻ അത്രയും ഉദ്ദേശിക്കാറുള്ളൂ. ആണ്, നിങ്ങൾക്കൊക്കെ വ്യൂ ആണ്. ഷെഫീന എന്നത് ബ്രാൻഡ് തന്നെയാണ്, അതും വടവിറ്റ ബ്രാൻഡല്ല. കാര്യങ്ങളിൽ ഇടപെട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വിഷയങ്ങൾ ആധികാരികമായി സംസാരിച്ച് ഭയമില്ലാതെ തൻ്റെ ഇടത്തോടു കൂടി തനിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു വീഡിയോ എടുത്തിട്ടല്ല, അതിന് ഒപ്പോസിറ്റ് പറയുന്നത് കേൾക്കാൻ 10 പേരുണ്ടാവും. എന്താ കഥയെന്ന് അറിയാൻ അങ്ങോട്ട് വന്ന് കയറും. പല രീതിയിലുള്ള മോശപ്പെട്ട വർത്തമാനങ്ങളും പല രീതിയിലുള്ള ആക്രമണങ്ങളും സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നവളാണ്. ചാനൽ തുറന്നു വരുന്നു കുരച്ചു. ഷെഫീനെ നിയമം കൊണ്ടാണ് നേരിട്ടത്. അതെന്റെ രീതിയാണ്. എനിക്കറിയാതെ ഏത് രീതി നേരിടണം എന്നുള്ളത്. പിന്നെ കേസിന്റെ കേസ് പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പോകരുത് എന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ടോക്ക് ഉണ്ട്. ഞാൻ ഒന്ന് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ തൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അനിയത്തി കുട്ടിയോടുള്ള ഒരു സഹാനുഭൂതിയോട് തന്നെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ അനിയത്തി ഇങ്ങനെ പോക്കൃത്തരം കേട്ടോണ്ടിരിക്കത്തില്ല. എന്റെ സൗഹൃദം പോലും എന്നെ ഇങ്ങനെ മോശം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കത്തില്ല. അവര് ഇടയ്ക്കിടയ്ക്ക് നിനക്കൊരു കുത്ത്, നിന്റെ കുത്തും കേട്ട് നിന്റെ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇരിക്കണോ? നീക്ക് എന്താണ് പറഞ്ഞു വരുന്നത്? ആ ലെവലേ തീർന്നു. അതങ്ങ് ക്രോസ് ചെയ്തേക്കാം, ഉപേക്ഷിച്ചേക്കാം, താല്പര്യമില്ല. പിന്നെ ഇനി എന്നെ എടുത്താൽ ഇതല്ല എൻ്റെ റിയാക്ഷൻ, ഇതായിരിക്കില്ല എൻ്റെ മറുപടി. അത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഇതായിരിക്കില്ല എൻ്റെ മറുപടി. വളരെ കൃത്യമായി പറയുന്നതാണ്. വെറുതെ എന്നെ കൊണ്ട് ചൂടാക്കിക്കരുത്. എൻ്റെ പരിപാടി ഞാൻ നോക്കി, എൻ്റെ പാട് നോക്കി പോവുകയാണ്. ഒരിക്കൽ പറയും അങ്ങനെയല്ല ഇങ്ങനെയെന്ന്. രണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മളാണ് പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ആ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാനല്ലേ നിന്റെ നാക്കി കയറിയിരുന്നോണ്ടാ ചെറുക്കനെ പറഞ്ഞത്. അവൻ എന്നെ വിളിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ അത്യാവശ്യം മുതിർന്നൊരു യൂട്യൂബറാണ്. ആ കുട്ടിക്ക് ആ കൺസിഡറേഷൻ ഉണ്ടാവും, ചോദിക്കും. ഞാൻ അവന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് റിയാക്ട് ചെയ്താൽ മോശം വർത്താനം പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ അടുത്തോണ്ട് അയ്യോ മോശം പറഞ്ഞേ, അയ്യോ മോശം പറഞ്ഞ ചെറുക്കൻ്റെ ഭാവി തൊലയും. അവൻ ചെയ്യുന്നത് എന്താ കുഴപ്പം? നിന്റെ മകന് എബിലിറ്റി ഇല്ലാത്തതിന് നീ മോങ്ങിയിട്ട് കാര്യമുണ്ടോ? നിന്റെ കൊച്ചിന് പഠിപ്പിച്ചു കൊടു, ഇതുപോലെയൊക്കെ പറയാൻ പഠിപ്പിച്ചു കൊടുക്ക്. അവൻ കൃത്യമായാണ് വിവരിക്കുന്നത്. അല്ല വടയും സൂം ചെയ്ത് ഉണ്ടാക്കിയില്ല. നീയൊക്കെ സൂം ചെയ്ത് ഓരോന്ന് കാണിച്ചത് താഴോത്തരം കാണിച്ചാ കണ്ടാ പറയൂടി. അറിയത്തില്ലേ? തുണി പറിച്ചിട്ട് ആടുന്നതല്ല ഈ പറയുന്ന കലയെന്ന് പറയുന്നത്. തുണി പറിച്ചിട്ട് ആടുന്നതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും കലയെന്ന് പറയത്തില്ല. അതൊക്കെ വെറും വൾഗാരിറ്റിയാണ്. അതൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കണോ? അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഒരു കൊട്ടലും കൂടെ കൊട്ടിക്കൊടു. അല്ല ഷെഫീനയുടെ അടുത്ത് അത് ഉണ്ടാക്കാൻ വരണ്ട.